നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ കന്നി ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ടാകും. ആ ബഡ്ജറ്റ് വേണമെങ്കിൽ പുതിയ സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ബഡ്ജറ്റ് പുതുക്കി അവതരിപ്പിക്കാം. ഇവിടെ ഭരണ തുടർച്ച ലഭിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പുതിയൊരു സർക്കാരാണ് വന്നിരിക്കുന്നത്. പഴയ സർക്കാരുടെ നയങ്ങളുമായി വലിയ വ്യത്യാസമുള്ള സർക്കാർ. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ തീർച്ചയായും ഒരു പുതുക്കൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. വി.ഡി. സതീശൻ സർക്കാർ ഇപ്പോൾ ഒരു പുതുക്കിയ ബഡ്ജറ്റ് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ കഴിഞ്ഞകാല സർക്കാരുകൾ 2016 മുതൽ 2026 വരെ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ കടങ്കഥയും അതുപോലെ തന്നെ കവിതയും അതോടൊപ്പം നാടൻ പാട്ടുകളുമൊക്കെ ബഡ്ജറ്റുകളിൽ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ, പലതരത്തിലുള്ള കണക്കുകളുടെ പെരുപ്പിച്ച് കാട്ടൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, എന്തിനും ഏതിനും കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ടുള്ള ചില മോഹന വാഗ്ദാനങ്ങൾ നൽകിയിരുന്നെങ്കിൽ, അതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമാണ് ഇത്തവണ വി.ഡി. സതീശൻ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ്. തീർച്ചയായും സംസ്ഥാനത്തിന് സാമ്പത്തികമായ പരിമിതികളുണ്ട്. പണം ചെലവാക്കാൻ ഖജനാവിൽ അത്രയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഞെരുക്കത്തിനിടയിൽ നിന്നുകൊണ്ട് ആവശ്യത്തിന് തുക മാറ്റിവെക്കാൻ സാധിക്കാഞ്ഞിട്ട് പോലും കൃത്യമായി ഒരു വിഷൻ അത് രൂപപ്പെടുത്താൻ ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ പുതുക്കിയ ബഡ്ജറ്റിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പദ്ധതി അടങ്കലിലെ ചില പ്രശ്നങ്ങളാണ്. അത് ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ സർക്കാർ പറഞ്ഞിരുന്നു. 35,750 കോടി രൂപയുടെ പദ്ധതി അടങ്കലിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ 20,500 കോടിയും കിട്ടില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടും എന്ന് കരുതി 14,000 രൂപ പദ്ധതി അടങ്കലിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ വിവിധ ഗ്രാൻഡുകളും സഹായങ്ങളും ഒക്കെ കിട്ടുമെന്ന് പറയുന്ന ഒരു അസംഷനിലാണ് കഴിഞ്ഞ സർക്കാർ 35,750 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ അവതരിപ്പിച്ചത്. ഇത് ശുദ്ധ അസംബന്ധമായിരുന്നുവെന്നും ഇതിൽ 20,500 കോടിയും കിട്ടാൻ പോകുന്നില്ല എന്നും ധവളപത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ 20,500 കോടി രൂപയുടെ വലിയ ഗ്യാപ്പ് അത് നികത്തേണ്ട ബാധ്യത സംസ്ഥാനത്തെ സർക്കാരിന് വന്നു ചേർന്നിരുന്നു. അതായത് ഏതാണ്ട് 20,000 കോടി രൂപയുടെ കുറവ് പദ്ധതി അടങ്കലിൽ വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പദ്ധതി വെട്ടിച്ചുരുക്കും എന്നുറപ്പായിരുന്നു. പക്ഷേ അത്ര കണ്ട് പദ്ധതി വെട്ടിച്ചുരുക്കൽ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 5,000 കോടി രൂപയുടെ പദ്ധതി വെട്ടിച്ചുരുക്കൽ മാത്രമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ഈ പുതുക്കിയ ബഡ്ജറ്റിൽ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 35,750 കോടി രൂപയുടെ പദ്ധതി അടങ്കലായിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ 30,370 കോടി രൂപയായി കുറച്ചിട്ടുണ്ട് സർക്കാർ എന്നുള്ളതാണ്. മാത്രമല്ല, ഇങ്ങനെ കുറയ്ക്കുമ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വകമാറ്റിയിരുന്ന തുകയിലും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി മാറ്റിവെച്ചിട്ടുള്ള തുകയിലുമൊന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അത്തരം തുകകൾ പ്രത്യേകം പരാമർശിക്കുകയും അതിൽ നാമമാത്രമായ ചില വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി തുകയിൽ വെട്ടിക്കുറച്ചിലുകൾ വരുത്തിയിരിക്കുന്നത് വി.ഡി. സതീശൻ സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മുൻകാലങ്ങളിൽ വികസനത്തിന് അപ്പുറത്തേക്ക് ചില സാങ്കല്പികമായ പ്രഖ്യാപനങ്ങൾ, ഊതി വീർപ്പിച്ച പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ നടത്തുന്നതിൽ ഈ ഇടതുപക്ഷ ബഡ്ജറ്റുകൾ വലിയ ശ്രദ്ധ കാട്ടിയിരുന്നു. കിഫ്ബിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ കിഫ്ബി ഉണ്ടാക്കാൻ പോകുന്ന പദ്ധതികൾ എന്ന നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് തോമസ് ഐസക് തൻ്റെ ബഡ്ജറ്റുകളിലൂടെ ചെയ്തിരുന്നത് എങ്കിൽ പിന്നീട് കെ.എം. ബാലഗോപാൽ ധനമന്ത്രിയായി വരുമ്പോൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കിഫ്ബിയെ അത്ര കണ്ട് ആശ്രയിക്കുന്നത് നിർത്തിയിരുന്നു. ഇപ്പോൾ ഇതാ കിഫ്ബിയെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഷൻ സമുദ്രയാണ്. കേരളത്തിൽ ഏതാണ്ട് 600 കിലോമീറ്റർ ദൂരമുള്ള ഒരു തീരദേശം ഉണ്ട്. ഈ 600 കിലോമീറ്റർ തീരദേശം കേരളത്തിൻ്റെ വരദാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ ഒരു പോർട്ട്
പോർട്ട് സിറ്റിയായി മാറ്റാനും അതോടൊപ്പം തന്നെ മാരിടൈം ഭൂപടത്തിൽ ആഗോള മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന് ശ്രദ്ധേയമായ ഒരു സ്ഥാനം നേടിക്കൊടുക്കാനും കഴിയും എന്ന് വി ഡി സതീശൻ സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം ഇത് നേരത്തെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് സർക്കാർ ഉണ്ടാക്കുന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വച്ചിരുന്നതാണ്. കേരളത്തിന് തുറമുഖ രംഗത്ത് വലിയ സാധ്യതകളുണ്ട്, അനന്തമായ സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ കേരളം ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതി പോലും അതിനെതിരെ വലിയ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ആ പദ്ധതി പോലും യാഥാർത്ഥ്യമായത്. അതുകൊണ്ട് തന്നെ തുറമുഖ വികസനത്തിനായി കേരളം ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. 2014 മുതൽ തന്നെ ഇന്ത്യയിൽ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട വലിയ വികസന സ്വപ്നങ്ങളും മാറ്റങ്ങളും എല്ലാം കണ്ടു തുടങ്ങിയതാണ്. പക്ഷേ ഇത്രയും കൊല്ലമായിട്ടും കേരളത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തുറമുഖ വികസനം കേന്ദ്ര ബിന്ദുവാക്കിയിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ആദ്യത്തെ ബഡ്ജറ്റിൽ, കന്നി ബഡ്ജറ്റിൽ വി ഡി സതീശൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. 400 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി, മിഷൻ സമുദ്ര എന്ന പദ്ധതിക്ക് വേണ്ടി, ഈ 600 കിലോമീറ്റർ ദൂരത്തോളം വരുന്ന തീരദേശത്തിൻ്റെ വികസനം, അതോടൊപ്പം തന്നെ തുറമുഖങ്ങൾ, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, ചെറിയ ചെറിയ തുറമുഖങ്ങൾ, ഇതെല്ലാം വികസിപ്പിച്ചുകൊണ്ട് ലോക തുറമുഖ ഭൂപടത്തിൽ ഒരു ശ്രദ്ധേയമായ സ്ഥാനം കേരളത്തിന് നേടിക്കൊടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് മിഷൻ സമുദ്ര. ആ മിഷൻ സമുദ്രയ്ക്ക് വേണ്ടി കുറവാണെങ്കിലും 400 കോടി രൂപ ഈ ബഡ്ജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇത് പര്യാപ്തമായ തുകയല്ല, പക്ഷേ അത്രയും തുക മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വികസനത്തിൻ്റെ ദിശയിലേക്ക് കേരളം തിരിച്ചു വന്നിരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഷൻ സമുദ്ര കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വിമാനത്താവളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 100 കോടി രൂപയുടെ വിമാനത്താവള വികസനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് കേരളത്തിലെ ക്യാമ്പസുകളിലെ വൈവിധ്യവൽക്കരണം അത് കുറവാണ്. മറ്റ് വിദേശ സർവകലാശാലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. JNU പോലെയുള്ള ക്യാമ്പസുകളെ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. കുട്ടികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള വൈവിധ്യം അത്തരം ക്യാമ്പസുകളിലുണ്ട്. പക്ഷേ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പുറത്തു നിന്നുള്ള കുട്ടികൾ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് ഒഴുകുന്നു. അത് ഇവിടുത്തെ ക്യാമ്പസുകളുടെ അരക്ഷിതാവസ്ഥ, അക്രമ രാഷ്ട്രീയം, ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത ഒരു മനോഭാവം, ഇതെല്ലാം കേരളത്തിൻ്റെ ക്യാമ്പസുകളിലുണ്ട്. അത് മാറ്റിയെടുക്കുക എന്നതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികൾ എന്ന് ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കും എന്നത് വളരെ സംശയകരമാണ്. കാരണം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ മലീമസമായിരിക്കുന്നു. അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കാരണം ഒരു ക്യാമ്പസിനുള്ളിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ SFI ആണ് ഉദാഹരണത്തിന് ആ ക്യാമ്പസ് ലീഡ് ചെയ്യുന്നത് എങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ പ്രവർത്തിക്കാനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനയ്ക്കോ അവിടെ ഓഫീസ് തുറക്കാനോ കൊടി വെക്കാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ക്യാമ്പസുകളിലില്ല. ഇത് വലിയ കാര്യമാണ് എന്നല്ല, കൊടി ഉണ്ടെങ്കിലേ ക്യാമ്പസുകൾ മുന്നോട്ട് പോകൂ എന്നല്ല. പക്ഷേ ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ഇങ്ങനെ വൈവിധ്യത്തിനെതിരെയുള്ള ഒരു നയം, നാനാത്വത്വ ഏകത്വം എന്ന ഒരു സങ്കല്പത്തിന് വിരുദ്ധമായ നയം കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട്. അവിടെ മറ്റാരെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയധാര, ഏതെങ്കിലും ഒരു പ്രവർത്തന ശൈലി മാത്രം മതി എന്ന് വാശി പിടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമ്പസുകളിൽ വൈവിധ്യവൽക്കരണം കൂടുതൽ നടപ്പിലാക്കാൻ കഴിയുമോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ ഇത്തരം ക്യാമ്പസുകളിലേക്ക് ആകർഷിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം, അങ്ങനെ ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഈ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരോഗ്യ മേഖലയ്ക്കും അതുപോലെ തന്നെ വ്യവസായ വികസനത്തിനും പ്രത്യേക ഊന്നൽ നൽകിയിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ വ്യവസായ വികസന പദ്ധതികൾ, സംസ്ഥാനത്തെ MSMEകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികൾ, അതുവഴി തൊഴിൽ ദാതാക്കളുടെ എണ്ണം കൂട്ടാനുള്ള പദ്ധതികൾ, പ്രവാസികളുടെ റെമിറ്റൻസിനെ ആശ്രയിച്ച് മാത്രം ഇനി സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രവാസികൾ നിക്ഷേപകരായും തൊഴിൽ ദാതാക്കളായും
നേതാവായി മാറണം എന്ന ഒരു സന്ദേശം ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 10 വർഷവും കടങ്കഥകളും കവിതകളും കൊണ്ട് നിറച്ചിരുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ ബഡ്ജറ്റ് ഒരു വല്ലാത്ത ഉളുപ്പ് അല്ലെങ്കിൽ വല്ലാത്ത നാണക്കേടോടുകൂടിയാണ് സഭയിൽ ഈ ബഡ്ജറ്റ് കേട്ടിരുന്നത്. ഇങ്ങനെയും ബഡ്ജറ്റുകളാകാം എന്ന ഒരു വെളിച്ചം പ്രതിപക്ഷ നിരയിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ബഡ്ജറ്റിനെതിരെ കടുത്ത വിമർശനം തന്നെയായിരിക്കും അവർ ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര അവഗണന അല്ലെങ്കിൽ കേന്ദ്ര വിമർശനം നയപ്രഖ്യാപനത്തിൽ വന്നിട്ടില്ല എന്നൊരു വിമർശനം നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. സത്യത്തിൽ അനാവശ്യമായ കേന്ദ്ര വിമർശനം കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് പുരോഗതി ഉണ്ടായി അല്ലെങ്കിൽ എന്ത് നേട്ടമുണ്ടായി എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അല്ലാതെ കേന്ദ്ര വിരോധം കൊണ്ടൊന്നും സംസ്ഥാനത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. അതേസമയം വിമർശിക്കേണ്ട ഇടങ്ങളിൽ കേന്ദ്രത്തിനെതിരെ വിമർശനവുമുണ്ട്. അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അത് VBG റാംജി പദ്ധതിയാക്കി മാറ്റിയപ്പോൾ സംസ്ഥാനത്തിന് അവരുടെ സംസ്ഥാന വിഹിതം 40% വർദ്ധിച്ചിരിക്കുന്നു. ഏതാണ്ട് 200-250 കോടി രൂപ മാത്രമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന് നീക്കിവെക്കേണ്ടി വന്നത്. എങ്കിൽ ഇനിയിപ്പോൾ 2000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് നീക്കിവെക്കേണ്ടി വരുന്നു എന്ന വിമർശനം ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റ് കേന്ദ്ര വിമർശനങ്ങളില്ല. ദുരന്തബാധിത ഭൂമിയായ വയനാട്ടിൽ ഈ ട്രൈബൽ സർവകലാശാല ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വലിയ കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന റാഗിംഗ് ഒഴിവാക്കാനായി സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും എന്ന ഒരു പ്രഖ്യാപനമുണ്ട്. താരതമ്യേന ഉള്ള ഒരു വിഭവം സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്കിടയിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കാനുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ അവിടെയും ചില ന്യൂനതകളുണ്ട്. സാമ്പത്തിക പരാധീനതകൾ വല്ലാതെ ഈ പദ്ധതികളെ അലട്ടുന്നുണ്ട്. പല പദ്ധതികൾക്കും നല്ല പദ്ധതികളാണ് പ്രഖ്യാപിച്ചതെങ്കിലും അതിൽ വകയിരുത്തിയിട്ടുള്ള തുക അത് വളരെ തുച്ഛമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതൊരു തുടക്കം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ബഡ്ജറ്റിന് മാത്രമേ നമ്മുടെ ഖജനാവിൽ വിഭവം അവശേഷിക്കുന്നുള്ളൂ എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതും നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും പുതുക്കിയ ബഡ്ജറ്റ് VD സതീശൻ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നു. മുൻകാല ബഡ്ജറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളാണ് ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചത്.